നമസ്കാരം. ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ഇട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിനൊപ്പമുള്ള ഫോട്ടോയാണ് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനൊപ്പം നിൽക്കുന്ന ചിത്രം. എന്നിട്ട് ട്രംപ് എഴുതി, ഈ ചിത്രത്തിൽ വളരെ ഗൗരവമുള്ളതും സൗഹൃദമില്ലാത്തതുമായ ഭാവമാണ് കാണുന്നതെങ്കിലും ഞങ്ങൾ ഇരുവരും ചിരിച്ചു നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ വേറെയുണ്ട്. കിം ജോങ് ഉന്നും ഞാനും തമ്മിൽ വളരെ മികച്ച ബന്ധമാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെയാണ് പോസ്റ്റ് വന്നത്. ഞാൻ വിചാരിച്ചു ഇത് കണ്ട് ഇതെന്ത് പോസ്റ്റാണ്, അതായത് മൂപ്പര് നല്ല മനുഷ്യനാണ്, ആരെയും ഒന്നും ദ്രോഹിക്കൂല, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്നേഹമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം. ഇത്രയും കാലം കൊടൂര ഭരണാധികാരി, വേട്ടക്കാരൻ, ക്രൂരൻ ഒക്കെയായി US-ലേതടക്കം പാശ്ചാത്യ മാധ്യമങ്ങളും ട്രംപ് അടക്കമുള്ള ഭരണാധികാരികളും ചിത്രീകരിച്ച കിമ്മിനെ കുറിച്ച് എന്തിനാ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? വെറുതെ അല്ല, ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇറാൻ യുദ്ധത്തിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ട്രംപ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ കൂടി പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം. പകരം ജോർജ് വാഷിങ്ടൺ എന്ന കപ്പൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുകയാണത്രേ. ഇറാനെ നിരന്തരമായി പേടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു കപ്പൽ, അമ്മാതിരി കപ്പൽ അനിവാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് വലിച്ചാൽ പിന്നെ പകരം വെക്കണമല്ലോ. അങ്ങനെ ജോർജ് വാഷിങ്ടൺ അവിടത്തേക്ക് പറഞ്ഞേക്കാണ്. ഈ ജോർജ് വാഷിങ്ടൺ പിൻവലിക്കുന്നതോ പടിഞ്ഞാറൻ പസഫിക്കിൽ നിന്ന്. അവിടുത്തെ കാര്യങ്ങൾ എന്താണ്? അവിടെയൊക്കെ സമാധാനത്തിലായോ? പിൻവലിക്കുമ്പം അതിന് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം, പ്രശ്നം ഒക്കെ പരിഹരിക്കപ്പെട്ടോ? അവിടെ നിന്ന് പിൻവലിച്ചാൽ എന്താണ് സംഭവിക്കുക? US-നെ സംബന്ധിച്ച് പടിഞ്ഞാറൻ പസഫിക്കിലെ ഈ ശൂന്യത വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അവരുടെ വിശ്വാസ്യത, മറ്റൊന്ന് US കെട്ടിപ്പൊക്കിയ ചൈന, ഉത്തര കൊറിയ എന്ന വില്ലന്മാർ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ആക്രമിക്കാമെന്നും പറഞ്ഞ് ജപ്പാനെയും തെക്കൻ കൊറിയയും തായ്വാനെയും എല്ലാം ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തി ഭരിച്ചുകൊണ്ടിരുന്നതാണ്. കപ്പൽ തിരിച്ചെടുക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം ആര് നൽകും? US-നെ വിശ്വസിക്കാൻ കൊള്ളില്ലേ എന്ന ആശങ്ക ചോദ്യമായി ഉയരാനും ഉള്ള മറ്റൊരു സാധ്യതയുമുണ്ട്. പടിഞ്ഞാറൻ പസഫിക്കിൽ അമേരിക്കയുടെ മുൻനിര വിമാനവാഹിനി കപ്പലിൻ്റെ അസാന്നിധ്യം, അതായത് എബ്രഹാം ലിങ്കൺ പകരം അവിടുന്ന് ജോർജ് വാഷിങ്ടണിനെ ഇവിടുന്ന് പിൻവലിച്ച് അങ്ങോട്ട് അയക്കാൻ വേണ്ടി ഇവിടുന്ന് പിൻവലിക്കുമ്പോൾ പടിഞ്ഞാറൻ പസഫിക്കിൽ വലിയൊരു വിടവുണ്ടാവും. ജോർജ് വാഷിങ്ടൺ അവിടുന്ന് മാറ്റുകയാണല്ലോ. ഉത്തര കൊറിയയെ സംബന്ധിച്ച് ഇത് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. US ഉത്തര കൊറിയക്ക് നേരെ അടുത്തതായി നീങ്ങുമോ എന്ന ആശങ്ക കുറേ നാളായിട്ട് നാട്ടിലുണ്ട്. കാരണം ഇറാനൊക്കെ കഴിഞ്ഞാൽ അടുത്തത് ഉത്തര കൊറിയ ആയിരിക്കും ട്രംപ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കാരണം അവർ ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ട്. കിം ജോങ് ഉന്നിനെ ആണെങ്കിൽ ലോകത്ത് മൊത്തം വൃത്തികെട്ടവനും കൊള്ളാത്തവനും ഒക്കെ ആക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആക്രമിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, അയത്തുള്ള അലി ഖമേനിയെ പോലെ മൂപ്പരെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് വാർത്തകളും നിഗമനങ്ങളും രാഷ്ട്രീയ നിരീക്ഷണവും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഈ ഉത്തര കൊറിയ അടക്കം ഉൾപ്പെടുന്ന ഒരു സ്പേസിൽ നിന്ന് പെട്ടെന്ന് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കപ്പൽ, അതായത് യുദ്ധത്തിൽ പോലും ഉപയോഗിക്കേണ്ട ഒരു കപ്പൽ അവിടുന്ന് പിൻവലിക്കുന്നത്, ജോർജ് വാഷിങ്ടൺ പിൻവലിക്കുന്നത്. എന്തിനാണ് ഈ നിർണായക നീക്കം എന്നുള്ളതാണ്. ഇതിനിടയിൽ ഉത്തര കൊറിയ മിസൈൽ പരീക്ഷിക്കുന്നു, ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു, റഷ്യയുമായി ബന്ധം ശക്തമാക്കുന്നു, ചൈനയായി കൂട്ടുപിടിക്കുന്നു. ഒടുവിൽ അതിൻ്റെ ഇടയിൽ കപ്പലെടുത്തുകൊണ്ട് ട്രംപ് പോകുമ്പോൾ സ്നേഹവും പങ്കുവെക്കുന്നു. ആരുമായിട്ട്? കിം ജോങ് ഉന്നുമായിട്ട്. ഒന്ന് സൂക്ഷിച്ചേക്കണടാ, നമ്മൾ ഫ്രണ്ടല്ലേ, ഞാൻ പോവുകയാണ്, ഒന്നും കാണിച്ചേക്കല്ലേ എന്നുള്ള മട്ടിലാണ് ട്രംപിൻ്റെ ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ ഘട്ടത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇറാനിൽ അമേരിക്കയുടെ സൈനിക ശേഷി ഭയങ്കര ബിസി ആയിരിക്കുകയാണ്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഈ സമയം കിം ജോങ് ഉൻ പുതിയൊരു ഭൗമ രാഷ്ട്രീയ അവസരം സൃഷ്ടിച്ചെടുക്കുമോ എന്നുള്ളതാണ്. പിൻവലിക്കപ്പെട്ട USS ജോർജ് വാഷിങ്ടണിൻ്റെ കാര്യം നോക്കാം. അതൊരു സാധാരണ യുദ്ധക്കപ്പലല്ല. ജപ്പാനിൽ മുൻനിരയായി വിന്യസിച്ചിരുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായിരുന്നു അത്. പടിഞ്ഞാറൻ പസഫിക്കിൽ അമേരിക്കയ്ക്ക് അതിവേഗം വലിയ വ്യോമശക്തി എത്തിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃശ്യമായ പ്രതീകങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇപ്പോൾ അതേ കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നിലവിലുള്ളിടത്ത് പിൻവലിക്കുന്നു. അങ്ങനെ പിൻവലിക്കുമ്പോഴോ അവിടെ ഒരു വിടവുണ്ടാകുന്നു. അമേരിക്കൻ നാവികസേനയ്ക്ക് ഒരേ സമയം നിരവധി മേഖലകളിൽ വലിയ സൈനിക വിന്യാസം നിലനിർത്തുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നതിൻ്റെ സൂചന കൂടിയായി ഇത് മാറുകയാണ്. ഉത്തര കൊറിയയുടെ ശക്തി പരീക്ഷണത്തിലുള്ള അവസരമായി മാറുന്നുണ്ട് ഇത്. കിം വലിയൊരു യുദ്ധം തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഒരു മിസൈൽ പരീക്ഷണം മതി, ഒരു അതിർത്തിയിലെ ഒരു ഏറ്റുമുട്ടൽ മതി, ഒരു അന്തർവാഹിനി ആയുധ പരീക്ഷണം മതി, ഒരു സൈബർ ആക്രമണം മതി. അമേരിക്ക എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഗ്രേ സോൺ തന്ത്രം. അതായത് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ഗുണമുണ്ടാക്കുക. അമേരിക്കയുടെ മുഴുവൻ സൈനിക ശേഷിയെയും നേരിട്ട് വെല്ലുവിളിക്കാതെ അതിൻ്റെ പ്രതികരണശേഷി പരീക്ഷിച്ചു നോക്കുക. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഉത്തര കൊറിയൻ പരീക്ഷണം, ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം ശ്രദ്ധേയമാകുന്നത്. വോൺസാൻ മേഖലയിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ 700 കിലോമീറ്ററിലധികം സഞ്ചരിച്ചതായി ദക്ഷിണ കൊറിയ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. ഇത് മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിലെ രണ്ടാമത്തെ ആയുധ പരീക്ഷണമായിരുന്നു അത്. സമയക്രമം ശ്രദ്ധിക്കണം. അമേരിക്കയും ദക്ഷിണ കൊറിയയും സൈനിക അഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ്.
അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തു. അപ്പോഴാണ് മിസൈൽ പരീക്ഷണം. രാഷ്ട്രീയ സന്ദേശം വ്യക്തമാണ്. നിങ്ങൾക്ക് വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടാകാം, ഞങ്ങൾക്ക് മിസൈലുകളും ആണവായുധങ്ങളും ഉണ്ട്. ഇതിനൊപ്പം ആണവായുധങ്ങളുടെ എണ്ണവും ഉത്തര കൊറിയ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഒടുവിലത്തെ അനൌദ്യോഗിക വിവരപ്രകാരം ഉത്തര കൊറിയയ്ക്ക് ഏകദേശം 60 ആണവ വാർഹെഡുകൾ ഉണ്ട് എന്നാണ് നിഗമനം. കൂടാതെ 30 എണ്ണം കൂടി നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ അവരുടെ കൈവശമുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. അതോടൊപ്പം കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ, അന്തർവാഹിനി അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ, ദീർഘദൂര മിസൈലുകൾ, കൂടുതൽ ആധുനിക ആണവശേഷി എന്നിവയിലേക്കും അവർ നീങ്ങുകയാണ്. ദക്ഷിണ കൊറിയയെ മുൻനിർത്തി അമേരിക്ക ഉത്തര കൊറിയക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഇത്രയും നാൾ കിമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം, ഉത്തര കൊറിയയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അതിനായാണ് എല്ലാ പ്രവർത്തനങ്ങളും ആയുധ സജ്ജീകരണങ്ങളും അവർ നടത്തിക്കൊണ്ടിരുന്നത്. ആണവശക്തി എന്ന നിലയിൽ ഇറാനെ പോലെ വളരെ പെട്ടെന്ന് US ഉത്തര കൊറിയക്ക് നേരെ തിരിയില്ല. കാരണം ഇറാന് ആണവ ശക്തി ആകുന്ന ഘട്ടത്തിൽ തന്നെയാണ് അവർ കൈകരിച്ചത്. ഉത്തര കൊറിയക്ക് ആണവശക്തി ആണ് ഉത്തര കൊറിയ, അവർക്ക് ആണവായുധമുണ്ട്. ഉത്തര കൊറിയ ആണവശക്തിയാണ്, ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് അവരുടെ ഈ ആണവ ശക്തിയെ നിരായുധീകരണത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ദക്ഷിണ കൊറിയ എന്ന് പറയുന്ന അവരുടെ അതിർത്തി ഒരു ശത്രുരാജ്യം പോലെ അവിടെ ഉണ്ടെന്നാനും, അപ്പോൾ അവിടെ കയറി ഇടപെടുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഉൾച്ചി ഫ്രീഡം ഷീൽഡ് എന്ന അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത സൈനിക അഭ്യാസത്തിനെതിരെ കിം സമീപ ദിവസങ്ങളിൽ ആണ് രംഗത്ത് വന്നത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും നടത്തുന്ന അഭ്യാസം ആണവ യുദ്ധത്തിലേക്ക് ലോകത്തെ കൂടുതൽ അടുപ്പിക്കുന്നുവെന്ന് ഉത്തര കൊറിയ പ്രതികരിച്ചതും ശ്രദ്ധേയമായിരുന്നു. ലോകം ചർച്ച ചെയ്തതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ട്രംപ് US-ന്റെ ഉത്തര കൊറിയയെ മുൻനിർത്തിയുള്ള നീക്കങ്ങളുടെ തീവ്രത കുറയ്ക്കുകയാണ്. ട്രംപിന്റെ വലിയ രാഷ്ട്രീയ മാറ്റം ഇക്കാര്യത്തിൽ പ്രകടമാണ്. ഓഗസ്റ്റ് 16 ഡൊണാൾഡ് ട്രംപ് ദക്ഷിണ കൊറിയയുമായുള്ള അമേരിക്കൻ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ഗണ്യമായി കുറക്കാൻ പെന്റഗണിനോട് നിർദ്ദേശിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ട്രംപ് തന്നെ ട്രൂത്ത് സോഷ്യലിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വെട്ടിക്കുറക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാനെതിരായ സൈനിക നടപടിയിൽ US-നൊപ്പം ചേരാൻ ദക്ഷിണ കൊറിയ വിസമ്മതിച്ചതായും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ഈ അഭ്യാസങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വിസമ്മതം അറിയിച്ചതിനെ തുടർന്ന് ട്രംപിന് കലിപ്പ് വന്നിട്ടുണ്ടാവണം. മൂപ്പരുടെ പതിവ് രീതി അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഞങ്ങളെ സഹായം ഉണ്ടാവില്ല എന്ന മട്ടിൽ ഈ അവിടുത്തെ സൈനിക അഭ്യാസവും അവിടുത്തെ സൗകര്യമൊക്കെ ഭയങ്കര ചിലവുള്ള കാര്യമാണ്. ഈ ചിലവുകളിൽ ഭൂരിഭാഗവും അമേരിക്കയാണ് വഹിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇതൊക്കെ പ്രശ്നമാണ് എന്ന മട്ടിലാണ് ട്രംപ് പ്രതികരിക്കുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്നൊരാവശ്യം വന്നപ്പോൾ ഈ ജോർജ് വാഷിങ്ടൺ പിൻവലിച്ചതും ഇമാതിരി പരിപാടിൻ്റെയൊക്കെ തുടർച്ചയായിട്ടായിരിക്കാം. എന്നിട്ട് ഒടുവിൽ കിം എൻ്റെ സുഹൃത്താണ് എന്ന് വരെ പറഞ്ഞു. അദ്ദേഹം 2 കാരണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഒന്ന്, സൈനിക അഭ്യാസങ്ങളുടെ ചെലവ്. 2, ഉത്തര കൊറിയക്ക് അത് പ്രകോപനപരമായ സന്ദേശം നൽകുന്നു എന്ന നിലപാട്. അതോടൊപ്പം ട്രംപ് പറഞ്ഞു കിം ജോങ് ഉന്നുമായി എനിക്ക് നല്ല ബന്ധമാണ് എന്ന്. അതിന് പിന്നാലെയാണ് USS വാഷിങ്ടൺ പിൻവലിക്കപ്പെട്ടത്. അപ്പോൾ ചിത്രം വ്യക്തമാണ്. അടുത്ത കാലത്തൊന്നും ഉത്തര കൊറിയയെ മുൻനിർത്തി ഒരു സംഘർഷത്തിന് ട്രംപിന് താല്പര്യമില്ല എന്ന്. 2018-19 കാലം വരെ ട്രംപ് കിം ഉച്ചകോടികൾ നടന്നിരുന്നു. അന്ന് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യം ആണവ നിരായുധീകരണം. ഇന്ന് പക്ഷേ കിം ആ സ്ഥാനത്തല്ല. ഇന്ന് ഉത്തര കൊറിയക്ക് ആണവായുധങ്ങൾ കൂടുതലായിട്ട് കയ്യിലുണ്ട്, കൂടുതൽ മിസൈൽ ശേഷിയുണ്ട്, റഷ്യയുമായുള്ള സൈനിക ബന്ധമുണ്ട്, ചൈനയുമായുള്ള പുനഃസ്ഥാപിക്കപ്പെട്ട കരുത്തുറ്റ ബന്ധമുണ്ട്. ആണവശക്തി എന്നതും ചൈന റഷ്യ ബന്ധവും ഉത്തര കൊറിയയെ സംബന്ധിച്ച് ഇന്ന് വിലപേശൽ ശക്തി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ US-നോ, അതായത് ട്രംപിന് മേധാശക്തിയോടെ ഭാവത്തോടെ ഉത്തര കൊറിയയെ സമീപിക്കുക എന്നുള്ളത് എളുപ്പമല്ലാതാക്കി മാറ്റി. ഇറാനോട് കാണിച്ചതുപോലുള്ള ക്രൂരതകൾ പുറത്തെടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുത്താൽ വിവരം അറിയും. കാരണം ആണവശക്തിയാണ് ഉത്തര കൊറിയ എന്നുള്ളത്. ട്രംപിൻ്റെ സമീപനത്തിൽ ഉത്തര കൊറിയയെ അമേരിക്ക ആണവരാജ്യമായി അംഗീകരിച്ചു എന്നല്ല വ്യക്തമാകുന്നത്. പക്ഷേ അംഗീകരിക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് ട്രംപിൻ്റെ ഈ നിലപാട് മാറ്റം വിരൽ ചൂണ്ടുന്നു. ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണം എന്ന ഔദ്യോഗിക നയവുമായി ഇനിയും ഇങ്ങനെ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല അമേരിക്കക്ക് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ദക്ഷിണ കൊറിയയിൽ ഭരണാധികാരി മാറിയിരുന്നു കഴിഞ്ഞ വർഷം. പുതിയൊരു സാധ്യത തുറന്നിരുന്നു. ലീ ജെ മ്യോങ് ഉത്തര കൊറിയയുമായി സംഭാഷണം പുനരാരംഭിക്കാനും സൈനിക സംഘർഷം കുറക്കാനും സമാധാനത്തിലേക്ക് കാര്യങ്ങളെ നീക്കാനും താല്പര്യം പ്രകടിപ്പിച്ച നേതാവാണ്. അതിനിടയിൽ അതിർത്തി സംഘർഷമുണ്ടായത് നല്ല സൂചനയല്ല. കഴിഞ്ഞ ആഴ്ച ദക്ഷിണ കൊറിയൻ സൈന്യം ഉത്തര കൊറിയൻ സൈനിക അതിർത്തി രേഖ കടന്നതിനെ തുടർന്ന് മുന്നറിയിപ്പ് വെടി ഉതിർത്തു. സൈനികർ പിന്നീട് പിൻവാങ്ങി. ഇത് അറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായി നടന്നതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അപകടകരമല്ല എന്ന് വേണം കരുതാൻ. കിം ജോങ് ഉൻ ഇവിടെ തന്ത്രപൂർവ്വമാണ് ഇടപെടുന്നതും സംഭാഷണത്തിന്റെ സാധ്യത പൂർണ്ണമായി
കടക്കാതെ സൈനിക സമ്മർദ്ദം കുറക്കാതെയുള്ള സമീപനമാണ് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കിമ്മിന്റെ ഇപ്പോഴത്തെ ശക്തിയുടെ ഏറ്റവും വലിയ പുതിയ ഘടകം എന്താണ്? ഒന്ന് റഷ്യയാണ്. 2024 റഷ്യയുമായുള്ള ഉത്തര കൊറിയയുടെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്ത കരാറിന് ശേഷം ഇരു രാജ്യങ്ങളുടെയും ബന്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. ഇപ്പോൾ അത് വെറും പുടിനും കിമ്മും തമ്മിലുള്ള സൗഹൃദ ബന്ധം മാത്രമല്ല, സൈനിക സഹകരണം, ആയുധ സഹകരണം, ഊർജ്ജ സഹകരണം, സാങ്കേതിക സഹകരണം, യുക്രൈൻ യുദ്ധത്തിലെ സഹകരണം എന്നിങ്ങനെ നിരവധി മേഖലകളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയ റഷ്യക്ക് സൈനികരെയും ആയുധങ്ങളെയും നൽകുന്നതായി യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിലവിൽ തന്നെ ആരോപിച്ചിട്ടുണ്ട്. പകരം ഉത്തര കൊറിയക്ക് ലഭിക്കുന്നത് എന്താണ്? യുദ്ധപരിചയം, സൈനിക സാങ്കേതിക വിദ്യ, ഊർജ്ജം, സാമ്പത്തിക നേട്ടം, നയതന്ത്ര സംരക്ഷണം എന്നിവയാണ്. പുടിന്റെ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 പുടിൻ കിം ജോങ് ഉന്നിന് അയച്ച സന്ദേശത്തിൽ റഷ്യയും ഉത്തര കൊറിയയും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ ഏകോപനം തുടരും എന്ന് വ്യക്തമാക്കി. കിം മറുപടിയും പ്രതികരിച്ചു. ഈ ബന്ധത്തിൽ, റഷ്യയുമായുള്ള ബന്ധത്തിൽ അഭിമാനമുണ്ട് എന്നും ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിന് മികച്ച ഭാവിയുണ്ടെന്നും കിം വിശദീകരിച്ചു. ഇതോടെ ഉത്തര കൊറിയ ഒറ്റക്കല്ല എന്ന വ്യക്തമായ സന്ദേശം റഷ്യ ലോകത്തിന്, അമേരിക്കയ്ക്ക് തന്നെ നൽകി കഴിഞ്ഞു. റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന് സമാന്തരമായി അപ്പുറത്ത് ചൈനയുമായിട്ടും കരുത്തുറ്റ ബന്ധം നിലനിർത്താൻ കിം ജോങ് ഉൻ ശ്രമിക്കുന്നു. ഈ വർഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്യോങ്യാങ് സന്ദർശിച്ചു. വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ സന്ദർശനം ചൈന ഉത്തര കൊറിയ ബന്ധത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. റഷ്യയിൽ നിന്ന് സൈനിക പിന്തുണ, ചൈനയിൽ നിന്ന് സാമ്പത്തിക നയതന്ത്ര പിന്തുണ. അതായത് കിം ഇനിയൊരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നില്ല. ചൈനയ്ക്ക് ഉത്തര കൊറിയ വേണം, കൊറിയൻ ഉപദ്വീപിൽ അമേരിക്കൻ സ്വാധീനം നിയന്ത്രിക്കാൻ ആവശ്യമുണ്ട്, റഷ്യക്ക് ഉത്തര കൊറിയ വേണം. നേരത്തെ പറഞ്ഞ പോലെ സൈനിക സഹായത്തിന് അമേരിക്കൻ നേതൃത്വത്തിലുള്ള സംവിധാനത്തെ വെല്ലുവിളിക്കാനുള്ള കരുത്ത് നിലനിൽക്കുക. കിമ്മിന് രണ്ടുപേരെയും വേണം. പക്ഷേ രണ്ടുപേരെയും വ്യത്യസ്തമായി ഉപയോഗിക്കാൻ കിമ്മിന് കഴിയും. അതിനെല്ലാം ഉപരി ആണവായുധം കിമ്മിന്റെ സുരക്ഷാ കവചമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒന്നാമത്തെ സാധ്യത, ഉൾച്ചി ഫ്രീഡം ഷീൽഡിന് പിന്നാലെ ഉത്തര കൊറിയ പുതിയ മിസൈൽ പരീക്ഷണം നടത്താം. രണ്ടാമത്തേത്, പുതിയ അന്തർവാഹിനി ആയുധമോ കടൽ അധിഷ്ഠിത മിസൈൽ സംവിധാനമോ പ്രദർശിപ്പിക്കാം. 3, സൈബർ ആക്രമണം, GPS തടസ്സപ്പെടുത്തൽ, ഡ്രോൺ പ്രവർത്തനം തുടങ്ങിയ ഗ്രേ സോൺ നടപടികളിലേക്ക് നീങ്ങാം. 4, വലിയ സൈനിക പ്രകോപനം നടത്താതെ ട്രംപിന്റെ അടുത്ത നീക്കം കാത്തിരിക്കാം. 5, അമേരിക്കയുമായുള്ള വീണ്ടും നേരിട്ടുള്ള ചർച്ചയുടെ വാതിൽ തുറക്കാം. ഈ അഞ്ചാമത്തെ സാധ്യതയാണ് ഏറ്റവും ഗംഭീരമായതും രസകരമായതും ലോകം ഉറ്റുനോക്കുന്നതും. കാരണം ട്രംപ് ഇതിനകം കിമ്മിനെ കുറിച്ച് സൗഹൃദ ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞു. അതേസമയം സൈനിക അഭ്യാസങ്ങൾ കുറക്കാനും നിർദ്ദേശിച്ചു. അവിടെയാണ് കിമ്മിന്റെ നേട്ടം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ നീക്കങ്ങളെ കടുത്ത ഭാഷയിൽ എതിർത്തയാളാണ് കിം. എന്നിട്ടും ഇറാൻ യുദ്ധത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ കിമ്മിനെതിരായി ട്രംപ് നിലപാട് ഇറാൻ യുദ്ധവുമായി ചേർത്ത് പറഞ്ഞിട്ടല്ല വ്യക്തമാക്കുന്നത്. പക്ഷേ സൗഹൃദം പ്രകടിപ്പിക്കുകയും ചെയ്തു. USS ജോർജ് വാഷിംഗ്ടന്റെ അഭാവത്തിലുള്ള ആശങ്ക പരിഹരിക്കുക എന്നത് മാത്രമായിരിക്കില്ല ട്രംപിന്റെ നീക്കത്തിന് പിന്നിൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉത്തര കൊറിയയുടെ നിരായുധീകരണം എന്നത് ഇനി നടക്കാത്ത സ്വപ്നമാണ്. അതുകൊണ്ട് അത് വിട്ട് സൗഹൃദത്തിന്റെ പുതിയ പാത, അടുത്ത ഘട്ടം തുറക്കാനുള്ള സാധ്യതയിലേക്ക് US ചുവടുവെക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കിമ്മിന്റെയും ഉത്തര കൊറിയയുടെ മാത്രമല്ല, മേഖലയിൽ ചൈന റഷ്യ കൂട്ടുകൂട്ടിന് ഒന്നാകെ നേട്ടമാണ്. ഇറാൻ അനുഭവത്തിൽ നിന്ന് ട്രംപ് പുതിയ പാഠങ്ങൾ പഠിച്ചാൽ ലോകത്തിന് ഒരു സമാധാനത്തിന്റെ പാത തുറന്നു കിട്ടപ്പെടും. കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്ക തിരിച്ചുവിട്ട USS എബ്രഹാം ലിങ്കൺ, പടിഞ്ഞാറൻ പസഫിക്കിൽ നിന്ന് തിരിച്ചെടുത്ത USS ജോർജ് വാഷിംഗ്ടൺ എന്നീ കപ്പലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ USS അല്ലല്ലോ USA ആണല്ലോ എന്നെല്ലാമുള്ള ചില സംശയം കമൻറ്റുകളിൽ വ്യാപകമായി കണ്ടു. USS തന്നെയാണ്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഷിപ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നന്ദി, നമസ്കാരം.